السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. വേദിയിൽ സന്നിഹിതരായ ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠരെ, പ്രത്യേകിച്ച് യജു സമ്മിറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ട്രെൻഡിൻ്റെയും മറ്റ് വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെയും സാരഥികൾ, പ്രിയപ്പെട്ട വികായ വളണ്ടിയർമാർ, ട്രെൻഡ് എഡ്യൂക്കേറ്റർമാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സമയം വളരെ വൈകിയാണ് നമ്മുടെ ഈ സമ്മേളനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും സമയങ്ങൾക്കകം സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയും നമ്മളൊക്കെ ആ വേദിയിലേക്ക് പോകേണ്ടവരുമാണ്. നമ്മുടെ പ്രാസ്ഥാനിക രംഗത്ത് വലിയ അത്ഭുതങ്ങളും വിസ്മയങ്ങളും സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മുടെ സംഘടന ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷം മുമ്പ് സമസ്തയുടെ 90ാം വാർഷിക മഹാസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെയൊക്കെ അഭിമാനമായിരുന്ന ആദരണീയരായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സമസ്തയുടെ 100ാം വാർഷികം പ്രഖ്യാപിച്ചു. ആ 100ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം ബംഗളൂരിൽ വെച്ചുകൊണ്ട് ഇന്ന് നടക്കുന്നു എന്ന വിവരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തീരുമാനിക്കപ്പെടുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഒരു ഉദ്ഘാടന സമ്മേളനം എന്ന രീതിയിൽ തീരുമാനിച്ചുറപ്പിച്ച പരിപാടി സത്യത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇന്ത്യയിലെ ഈ പ്രമുഖമായ ഈ മെട്രോപൊളിറ്റൻ നഗരം ലക്ഷ്യമാക്കിക്കൊണ്ട് കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും മാത്രമല്ല, സമസ്തയെ അറിയുന്ന വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വളരെ അഭിമാനകരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം കർണാടകയിൽ കർണാടക SKSSFൻ്റെ ആഭിമുഖ്യത്തിൽ വികായയുടെ ആയിരക്കണക്കിന് വളണ്ടിയർമാരെ തയ്യാറാക്കുകയും അവർക്കാവശ്യമായ പ്രാഥമികമായ പരിശീലനം നൽകി അതിൻ്റെ വളരെ ഗംഭീരമായ ഒരു ലോഞ്ചിങ്ങും ഇന്നത്തെ ഈ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നു. സമസ്ത SKSFൻ്റെ 35ാം വാർഷികത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി ട്രെൻഡിൻ്റെ ആഭിമുഖ്യത്തിൽ എഡ്യൂക്കേറ്റർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംവിധാനം ഓരോ യൂണിറ്റുകളിലും മഹല്ല് കേന്ദ്രീകരിച്ചും അവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മാർഗദർശനം നൽകാനും നേതൃത്വം കൊടുക്കാനും പരിശീലനം ശ്രദ്ധിച്ച എഡ്യൂക്കേറ്റർമാരെ ഈ വരുന്ന ദിവസം നമ്മുടെ 35ാം വാർഷികത്തിൽ അവരെയും സമർപ്പിക്കപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കർണാടകയിലും ട്രെൻഡിൻ്റെ ആഭിമുഖ്യത്തിൽ ധാരാളം എഡ്യൂക്കേറ്റർമാരെ തിരഞ്ഞെടുത്തു. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എജു സമ്മിറ്റ് കൂടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം നാം തിരിച്ചറിയേണ്ടത്, വികായയാണെങ്കിലും എഡ്യൂക്കേറ്റർമാരാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ, യുവജനങ്ങൾക്കിടയിൽ അവരുടെ കഴിവിനെ, അവരുടെ കർമ്മശേഷിയെ നമ്മുടെ നാടിൻ്റെയും സമുദായത്തിൻ്റെയും ഗുണത്തിനു വേണ്ടി എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണിത്. സംഘടനയുടെ ആഹ്വാനവും നിർദ്ദേശവും അനുസരിച്ചുകൊണ്ട് സംഘടനയുടെ
ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സംഘടന ഏൽപ്പിക്കപ്പെടുന്ന ഏത് ഉത്തരവാദിത്വവും അക്ഷരം പ്രതി അനുസരിക്കാൻ സന്നദ്ധമായി ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സംഘടനയുടെ പതാകയ്ക്ക് കീഴിലേക്ക് കടന്നു വരുമ്പോൾ ആ ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥികളുടെ, വിദ്യാസമ്പന്നരായിട്ടുള്ള യുവാക്കളുടെ കർമ്മശേഷിയെ, ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ് നാം ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തും വിദേശത്തൊക്കെയുള്ള വിവിധങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. എല്ലാവരും വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിക്കുന്നവരും അതിനാവശ്യമായ പ്രോത്സാഹനം നൽകുന്നവരുമാണ്. പക്ഷെ വിദ്യാഭ്യാസ രംഗത്തുള്ള പുതിയ പുതിയ സാധ്യതകൾ, വിദ്യാഭ്യാസ രംഗത്ത് പുതുതായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പുതിയ കോഴ്സുകൾ, ആ കോഴ്സുകൾ പഠിച്ചാലുള്ള നേട്ടങ്ങളെക്കുറിച്ച്, എത്തിച്ചേരാവുന്ന പല മേഖലകളെക്കുറിച്ചൊക്കെ ഇന്ന് പറഞ്ഞ് കേൾക്കുന്നതല്ല അടുത്ത ആഴ്ച നാം കേൾക്കുന്നത്, അടുത്ത ആഴ്ച കേൾക്കുന്നതല്ല അടുത്ത മാസം കേൾക്കുന്നത്. ഈ അധ്യയന വർഷം പരിചയപ്പെട്ട വിദ്യാഭ്യാസ രീതികളല്ല അടുത്ത അധ്യയന വർഷം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. ലോകത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് പിറകെ ഓടിക്കൊണ്ടിരിക്കുന്ന, ദ്രുതഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ കേവല വിദ്യാഭ്യാസം എന്ന തലത്തിൽ നിന്ന് മാറി ലോകത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ കൂടെ ഓടാൻ കഴിവും പ്രാപ്തിയുമുള്ള ധാരാളം വിദ്യാർത്ഥികൾ നമുക്കുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷിതാക്കളുണ്ട്. അവർക്ക് മാർഗനിർദ്ദേശം നൽകാൻ സന്നദ്ധരായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തകന്മാരുണ്ട്, എഡ്യൂക്കേറ്റർമാരുണ്ട്. പക്ഷേ യഥാസമയം ആ ദൗത്യം വിനിയോഗിക്കുക എന്ന കാര്യത്തിൽ നാം നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോഴാണ് ഈ മാറ്റങ്ങൾക്കനുസരിച്ചുകൊണ്ട് പുതിയ തലമുറയെ ആ മേഖലയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മുടെ സ്ഥാപനങ്ങളിൽ പുതിയൊരു കോഴ്സ് വന്നു കഴിഞ്ഞാൽ ആ കോഴ്സിന്റെ ഗുണഫലങ്ങളെക്കുറിച്ച് ഒരു പക്ഷേ 1-2 വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം താഴെത്തട്ടിൽ അതിനെക്കുറിച്ച് പരിചയപ്പെടുക. അതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ആ കോഴ്സിന് ചേർന്ന് ആ കോഴ്സ് പഠനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി പുറത്തിറങ്ങുമ്പോഴേക്ക് അതിനേക്കാൾ എത്രയോ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട പുതിയ കോഴ്സുകളും സംവിധാനവും വന്നിട്ടുണ്ടാകും. അത്രയും നൈമിഷികമായ വലിയ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പുതിയ കാലത്ത് നമ്മുടെ പുതിയ തലമുറയുടെ, ചെറുപ്പക്കാരുടെ കർമ്മശേഷിയെ യഥാസമയം വിനിയോഗിക്കുക എന്ന ഉത്തരവാദിത്വമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. വികായയുടെ സേവന മേഖലയിലാണെങ്കിലും, എഡ്യൂക്കേറ്റർമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തന മേഖലയിലാണെങ്കിലും, നമ്മുടെ വളർന്നു വരുന്ന വിദ്യാർത്ഥികളുടെ അവരുടെ വളർച്ചയുടെയും പുരോഗതിയുടെയും ഏത് മേഖലയിലും ആ കാര്യത്തെക്കുറിച്ച് ഗൗരവതരമായി ചിന്തിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് സാധ്യമാകണം എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ സിസ്റ്റം, ഒരു പുതിയ സംസ്കാരം സമൂഹത്തെ പരിചയപ്പെടുത്തി. അത് ഒരു മോഡലായിട്ട് ഇന്ന് ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ മലയാളി സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലായിരുന്നു നേരത്തെ സമസ്തയുടെ വിദ്യാഭ്യാസ പ്രവർത്തനം ഉണ്ടായിരുന്നത്. സമസ്തയുടെ 100ാം വാർഷിക പദ്ധതികളിലൊന്നായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച സമസ്തയുടെ ലേണിംഗ് പ്രോഗ്രാം, ഓൺലൈനിലൂടെ നമ്മുടെ ദീനീ വിദ്യാഭ്യാസം പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു പുതിയ സംവിധാനം. ഏതാനും മാസങ്ങൾ മാത്രമേ അതിന് പ്രായമുള്ളൂ. 4-5 മാസങ്ങൾ കൊണ്ട് ഇന്ന് ലോകത്തെ 25 രാജ്യങ്ങളിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ലേണിംഗ് പദ്ധതി അനുസരിച്ചുകൊണ്ട് മതവിദ്യാഭ്യാസം നേടുന്ന നിരവധി വിദ്യാർത്ഥികൾ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. അത് മലയാളി വിദ്യാർത്ഥികൾ മാത്രമല്ല, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല, മലയാളം അറിയാത്ത, ഇന്ത്യയെക്കുറിച്ച് അറിയാത്ത, സമസ്തയെക്കുറിച്ച് അറിയാത്ത, എന്നാൽ സമസ്ത പഠിപ്പിക്കുന്ന മതവിദ്യാഭ്യാസമാണ് മതത്തെ അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് മനസ്സിലാക്കാനും പഠിക്കാനും ആ തർബിയത്ത് ലഭ്യമാകാനും സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവോടുകൂടി സമസ്തയുടെ ലേണിംഗ് പദ്ധതിയെ ഇന്ന് ലോകം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, ഇവിടെ നേരത്തെ വിദ്യാഭ്യാസ അവകാശ നിയമത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ ഓരോ 2 കിലോമീറ്റർ ചുറ്റളവിലും പ്രാഥമികമായ വിദ്യാഭ്യാസം നേടാനുള്ള സംവിധാനത്തിലേക്ക് സർക്കാർ കടന്നു വരികയാണ്. സാർവത്രികമായ, സൗജന്യമായ, നിർബന്ധിതമായ വിദ്യാഭ്യാസ അവകാശ നിയമം നമ്മുടെ നാട്ടിലുണ്ട്. ആ വിദ്യാഭ്യാസ അവകാശ നിയമം നമ്മുടെ നാട്ടിലുള്ള
ഈ പ്രദേശത്ത് നമ്മുടെ രക്ഷിതാക്കൾ യഥാസമയം വിദ്യാർത്ഥികളെ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ബാലാവകാശ നിയമം അനുസരിച്ചുകൊണ്ട് രക്ഷിതാക്കൾക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമുണ്ട്. അത്രയും നിർബന്ധിതമായി ഇവിടെ വിദ്യാഭ്യാസം നേടേണ്ട സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അതിനാവശ്യമായ പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഈ പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങൾ സൗജന്യമായി വിദ്യാഭ്യാസവും പഠന സൗകര്യങ്ങളും പഠന സാമഗ്രികളും യൂണിഫോമുകളും ഭക്ഷണങ്ങളും ഒക്കെ കൊടുക്കാൻ നമ്മുടെ രാജ്യത്ത് സംവിധാനം ഉണ്ടായിരിക്കെയാണ് ആ സംവിധാനത്തെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മതവിദ്യാഭ്യാസം ലഭ്യമാക്കാൻ പ്രീ സ്കൂളുകൾ മുതൽ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ, അറബിക് കോളേജുകളിലൂടെ, പ്രാമാണികമായ ദർസ് വിദ്യാഭ്യാസത്തിലൂടെ, ഉന്നതമായ ഇസ്ലാമിക സർവകലാശാലകളിലൂടെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് മതവിദ്യാഭ്യാസം നൽകാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പദ്ധതി ആവിഷ്കരിച്ചത്. ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സമുദായം ഏത് ഉയരങ്ങൾ പ്രാപിച്ചാലും അതോട് ചേർത്ത് വെച്ചുകൊണ്ട് മതവിദ്യാഭ്യാസം ലഭ്യമാക്കുക, അതിന്റെ വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുക മാത്രമല്ല, ആ അറിവ് ഉൾക്കൊണ്ടുകൊണ്ട് ആ തർബിയത്തിലൂന്നിക്കൊണ്ട് ജീവിക്കാൻ ആവശ്യമായ പരിശീലനം ലഭ്യമാക്കുന്ന, ആ ശിക്ഷണം ലഭ്യമാക്കുന്ന ഒരു വിദ്യാഭ്യാസ സംസ്കാരം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തതിന്റെ ഗുണഫലമാണ് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും നേടുകയും എന്റെ സമുദായം എന്ന് ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു സമുദായത്തെ ഇവിടെ വളർത്തിയെടുക്കാൻ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് സാധിച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 100-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ 98 വർഷം തികഞ്ഞ് 100-ാം വാർഷികത്തിന്റെ ഉദ്ഘാടന മഹാസമ്മേളനം നടക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിം ഉമ്മത്തിന് എന്തു സംഭാവന ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം ആയിരക്കണക്കിന് മദ്രസകളുടെയും ദർസുകളുടെയും അറബിക് കോളേജുകളുടെയും ദീനീ സ്ഥാപനങ്ങളുടെയും എണ്ണത്തിന്റെയും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിന്റെയും കണക്കല്ല. അതിനേക്കാൾ അപ്പുറം മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തിന് കാവൽ നിൽക്കാൻ ഈ പണ്ഡിത പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നുള്ളതാണ്. മതപരമായ തർക്കങ്ങളോ വിവാദങ്ങളോ കടന്നു വരുമ്പോ ഈ വിഷയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്തു പറയുന്നു എന്ന് കാതോർക്കുന്ന ഒരു വിഭാഗമാണ്. ലോകത്തെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം പ്രാമാണികമായി മതത്തെ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും ഈ മഹത്തായ പ്രസ്ഥാനത്തിന് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ കാൽവെപ്പുകൾ നടത്തുന്ന ഒരു സന്ദർഭത്തിലാണ് നാം അതിന്റെ ഖാദിമീങ്ങളായി ഇവിടെ ഒരുമിച്ച് കൂടാൻ നമുക്ക് സൗഭാഗ്യമുണ്ടായത്. 100-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന അതിന് ഉദ്ഘാടന മഹാസമ്മേളനം ഇന്ന് വൈകുന്നേരം ഈ ചരിത്ര നഗരിയിൽ നടക്കുന്ന സമയത്ത് സമസ്തയുടെ 100-ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള ചരിത്ര പ്രഖ്യാപനങ്ങളാണ് ഇന്ന് നമ്മുടെ സമ്മേളനത്തിൽ നടക്കാനിരിക്കുന്നത്. ആ പ്രഖ്യാപനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മഹല്ലുകളിലേക്ക്, നമ്മുടെ യൂണിറ്റുകളിലേക്ക് നാം തിരിച്ചു പോകുമ്പോൾ അവിടെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ, യുവജനങ്ങൾക്കിടയിൽ, സമൂഹത്തിലെ ഉന്നതന്മാർക്കിടയിൽ അതിനെ പരിചയപ്പെടുത്തി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിന്റെ സഹകാരികളായി, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരായിട്ട്, അതിന്റെ വാഹകരായിട്ട് നമ്മളെല്ലാം മാറണമെന്ന് സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കുകയാണ്. തൊട്ടടുത്ത ആഴ്ച ഈ വരുന്ന ദിവസങ്ങളിൽ SKSF-ന്റെ 35-ാം വാർഷിക മഹാസമ്മേളനം കോഴിക്കോട് മുഖദ്ദസ് നഗരിയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. അവിടെയും ഇതേപോലെയുള്ള ഒട്ടേറെ SKSF-ന്റെ 35 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥി യുവജനങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒട്ടേറെ പദ്ധതികളും പരിപാടികളും എല്ലാം അവിടെ നടക്കുകയാണ്. അതിന്റെ മുന്നോടിയായി വികായുടെ ഈ 2900-ഓളം വരുന്ന വളണ്ടിയർമാർ കർണാടക സംസ്ഥാനത്ത് മാത്രമായി ഇന്ന് വൈകിട്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആ മുഴുവൻ വളണ്ടിയർമാരും കോഴിക്കോട് നടക്കുന്ന മുഖദ്ദസ് നഗരിയിലെത്തുകയും അതോടൊപ്പം ആ മഹാസമ്മേളനത്തിന്റെ വിജയത്തിന്റെ പ്രചാരകരായിട്ട് നിങ്ങളെല്ലാം മാറണമെന്ന് കൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രാസ്ഥാനിക ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ, ഏറ്റവും പ്രൗഢമായ, അതിന്റെ ഔന്നത്യത്തിന്റെ ഏറ്റവും ഉന്നതമായ ആ കാലഘട്ടത്തിന് സാക്ഷിയാകാൻ അള്ളാഹു നാമേവർക്കും തൗഫീഖ് നൽകി അതിന്റെ ഖാദിമീങ്ങളായി, അതിന്റെ സഹകാരികളായി നമ്മുടെ നേതാക്കളുടെ ആഹ്വാനങ്ങൾക്കും ഉപദേശങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് ആ കർമ്മസാഫല്യത്തിന്റെ സംഘടനാ വേദികളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. എല്ലാ അർത്ഥത്തിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉന്നതമായ ആ ഘട്ടത്തിലാണ് നാം ഇന്ന് പങ്കാളിയായിക്കൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബദലായി അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമേ ഉള്ളൂ എന്ന് ചരിത്രത്തോട് ഒന്നുകൂടി വിളിച്ചു പറയുന്ന ആ മഹാസമ്മേളനത്തിൽ സംഗമിക്കാനും SKSF-ന്റെ 35-ാം വാർഷിക സമ്മേളനത്തിൽ സംഗമിക്കാനും നിങ്ങളേവരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഭാഗമായി SKSF-ന്റെ കർണാടക സംസ്ഥാന കമ്മിറ്റിയുടെയും
ട്രെൻഡിന്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ വികായ വളണ്ടിയർമാരുടെ ഈ സംഗമവും അതേപോലെ എജു സമ്മിറ്റും ഒക്കെ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഇതിന്റെ ഭാരവാഹികളെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്യുന്നു. വാ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.